മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി.ജെ.പിക്ക് ഒരു കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയുടെ എം.പി തന്നെ ഇ.ഡി ഉപയോഗിച്ചുള്ള ബി.ജെ.പിയുടെ പ്രതിപക്ഷ വേട്ട തെറ്റാണെന്നും കൂടുതൽ സീറ്റുകൾ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ ബി.ജെ.പി ഇ.ഡിയെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നും ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ബി.ജെ.പിയുടെ മഹാരാഷ്ട്രയിലെ സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് ഗജാനൻ കീർത്തിക്കറാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളുമായി ബി.ജെ.പിക്കെതിരെയും ഇ.ഡിക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ സഖ്യബന്ധങ്ങളെല്ലാം മറന്ന് രംഗത്ത് വരാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ മകനും മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ എതിർകക്ഷിയായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയുമായ അമോൽ കീർത്തിക്കറിനെതിരെ ഇ.ഡി നടപടി ആരംഭിച്ചതാണ് ഇദ്ദേഹത്തെ ഏറെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ശിവസേനയെ ബി.ജെ.പി രണ്ടായി പിളർത്തിയപ്പോൾ പിതാവ് ഗജാനൻ കീർത്തിക്കർ ബി.ജെ.പി പക്ഷത്തുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിനൊപ്പം പോയെങ്കിലും മകൻ അമോൽ കീർത്തിക്കർ ശിവസേനയുടെ യഥാർത്ഥ വിഭാഗമായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് കാലത്ത് മുംബൈ കോർപ്പറേഷന് വേണ്ടി കിച്ചടി വിതരണം ചെയ്തതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ അമോൽ കീർത്തിക്കറിനെ ഇ.ഡി നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗജാനൻ കീർത്തിക്കർ നിലവിൽ പ്രതിദാനം ചെയ്യുന്ന മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ തന്നെയാണ് ഉദ്ധവ് താക്കറെ വിഭാഗം അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ അമോൽ കീർത്തിക്കറിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അമോൽ കീർത്തിക്കറിന് അവിടെ വലിയ വിജയസാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇ.ഡി അതിൻ്റെ നീക്കം കൂടുതൽ ശക്തമാക്കുകയും അദ്ദേഹത്തെ നിരന്തരം ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയും ചെയ്യുന്നത്. ഇതാണ് പിതാവിനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പിതാവ് മകൻ പ്രശ്നങ്ങൾക്കപ്പുറം അതിലും വലിയൊരു തിരിച്ചടി ബി.ജെ.പിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് പശ്ചിമ മഹാരാഷ്ട്രയിലാണ്. പശ്ചിമ മഹാരാഷ്ട്രയിലെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ധൈര്യശീൽ മൊഹിത്തെ പാട്ടീൽ ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുകയാണ്. അദ്ദേഹം ബി.ജെ.പിയുടെ എതിർപ്പാളയത്തിലുള്ള എൻ.സി.പി ശരത് പവാർ വിഭാഗത്തിൽ ചേർന്ന് മാഡ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇദ്ദേഹം ഒരു നേതാവ് എന്നതിലുപരി ഇദ്ദേഹം ഭാഗമായ കുടുംബത്തിന് ഒരു വലിയ വോട്ട് വിഹിതം അല്ലെങ്കിൽ ഒരു വലിയ വോട്ട് ബാങ്ക് പശ്ചിമ മഹാരാഷ്ട്രയിൽ സ്വന്തമായുണ്ട്. അവിടുത്തെ ഒരു സ്വാധീന കുടുംബത്തിലെ അംഗം കൂടിയാണ് ഈ മൊഹിത്തെ പാട്ടീൽ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സ്വന്തമായി നൂറുകണക്കിന് സ്കൂളുകളും പ്രൊഫഷണൽ കോളേജുകളും 3ഓളം പഞ്ചസാര സഹകരണ സംഘങ്ങളും ഒക്കെ നിയന്ത്രണത്തിലുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഒരു നേതാവിനെ നഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് ഈ വിഷയത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി. നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും അന്ന് അവരുടെ സഖ്യകക്ഷിയായിരുന്ന പിരിയാത്ത ശിവസേനയും ആയിരുന്നു മഹാരാഷ്ട്രയിലെ 48 ലോക്സഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും വിജയിച്ചു കയറുന്നത്. അന്ന് സഖ്യത്തിൽ മത്സരിച്ച വിഭജിക്കാത്ത എൻ.സി.പിക്കും കോൺഗ്രസിനും ലഭിച്ചത് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമാണ്. കോൺഗ്രസിനാകട്ടെ വെറും ഒരു സീറ്റ് മാത്രമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നിന്നും ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശിവസേനയും എൻ.സി.പിയും കോൺഗ്രസും ചേർത്ത് മഹാഗഠബന്ധൻ സർക്കാർ ഉണ്ടാക്കുകയും കുറച്ചുനാൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനുശേഷം ബി.ജെ.പി ശിവസേനയെ രണ്ടായി പിളർത്തി ഷിൻഡെ വിഭാഗത്തെ ഒപ്പം കൂട്ടി ഭരണം തിരിച്ചു പിടിച്ചു. അതിനുശേഷം എൻ.സി.പിയെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പിയെ രണ്ടായി പിളർത്തി അജിത് പവാർ വിഭാഗത്തിനെ ബി.ജെ.പി ഒപ്പം കൂട്ടി. പക്ഷെ അപ്പോഴും ബി.ജെ.പിക്ക് കാര്യങ്ങൾ അത്ര സുരക്ഷിതമല്ല. കാരണം ശിവസേന അത് പിരിയാത്ത കാലത്ത് കൂടെ ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ ശിവസേനയുടെ ചിഹ്നവും ശിവസേനയുടെ പൈതൃകവും ശിവസേനയുടെ വോട്ട് ബാങ്കും ഒക്കെ സ്വന്തമാക്കി വച്ചിരിക്കുന്ന ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ബി.ജെ.പിക്ക് ഒപ്പമല്ല എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഇന്ത്യ സഖ്യത്തിനൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ്. ഇത് തന്നെയാണ് എൻ.സി.പിയുടെയും കാര്യത്തിൽ. അജിത് പവാറിനെ പോലെ ഒരു നേതാവിനെയും പ്രഫുൽ പട്ടേലിനെ പോലെയുള്ള ചില നേതാക്കളെയും ഒക്കെ കൂട്ടി ഒരു വിഭാഗത്തെ ഒപ്പം കൂട്ടാനായി എങ്കിലും ശരത് പവാറിനെ പോലെ ഒരു അധികായന്റെ നേതൃത്വത്തിൽ എൻ.സി.പി ശരത് പവാർ വിഭാഗം മഹാരാഷ്ട്രയിൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പ് അത്ര സുഖകരമല്ല എന്ന കാര്യം ഉറപ്പാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലെന്ന പോലെ മഹാരാഷ്ട്രയിലും അവർക്ക് നിർണായകമായ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ബി.ജെ.പിയുടെ ഒരു സഖ്യകക്ഷി എം.പി, ഒരു ശിവസേന ഷിൻഡെ വിഭാഗം എം.പി തന്നെ
ED ഉപയോഗിച്ചുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്.